ട്രബിൾ ഷൂട്ടിങ്ങിനായി സർവീസ് മാനുവൽ വയറിംഗ് ഡയഗ്രാം ഉപയോഗിച്ച് സർക്യൂട്ട് പരിശോധിക്കുന്ന ഈ സെക്ഷനിലേക്ക് സ്വാഗതം. ഈ മൊഡ്യൂൾ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഇവ ചെയ്യാൻ സാധിക്കും. ഫ്ലാഷ് സർക്യൂട്ടിലെ ട്രബിൾ ഷൂട്ടിംഗ് കണ്ടുപിടിക്കുക, ചാർജിംഗ് സർക്യൂട്ടിലെ ട്രബിൾ ഷൂട്ടിംഗ് എക്സിക്യൂട്ട് ചെയ്യുക, ചാർജിംഗ് സർക്യൂട്ടിലെ ട്രബിൾ ഷൂട്ടിംഗ് പരിശോധിക്കുന്നു. ആവശ്യമായ ഉപകരണങ്ങളും മെറ്റീരിയലുകളും: ഓടുന്ന അവസ്ഥയിലുള്ള ഒരു വാഹനം, ട്രെയിനീസ് ടൂൾ കിറ്റ്, മൾട്ടിമീറ്റർ, കോട്ടൺ വേസ്റ്റ്, ഹൈഡ്രോമീറ്റർ, ഹൈ റേറ്റ് സെൽ ടെസ്റ്റർ. വാഹനങ്ങളിലെ നിർണായക ഇലക്ട്രിക്കൽ ഘടകങ്ങളുടെ വിശദമായ പരിശോധനയിലും റിപ്പയറിങ്ങിലും ഈ വിഷയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആദ്യം നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് പ്രക്രിയയിൽ നിന്ന് ആരംഭിക്കാം. ബാറ്ററിയുടെ സെൽ വോൾട്ടേജ് പരിശോധിച്ച് ശരിയായ വോൾട്ടേജ് ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ഉയർന്ന നിരക്കിലുള്ള ഡിസ്ചാർജ് ടെസ്റ്റർ ഉപയോഗിച്ച് പ്രക്രിയ ആരംഭിക്കുക. ഒരു ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി പരിശോധിച്ച് അതിൻ്റെ അവസ്ഥ പരിശോധിക്കുന്നതാണ് അടുത്ത ഘട്ടം. ബാറ്ററി പരിശോധന പൂർത്തിയാക്കിയ ശേഷം വാഹനത്തിൻ്റെ ഫ്യൂസുകൾ പരിശോധിച്ച് അവ നല്ല നിലയിലാണെന്ന് ഉറപ്പാക്കുകയാണ് അടുത്ത ദൗത്യം. കൂടാതെ ബൾബുകൾ പരിശോധിക്കുക. ഫ്യൂസ് ആയതോ കത്തിയതോ ആയ എന്തെങ്കിലും കണ്ടാൽ അവ മാറ്റിസ്ഥാപിക്കുക. മുന്നോട്ട് പോകുമ്പോൾ ഫ്ലാഷ് സർക്യൂട്ട് നന്നായി പരിശോധിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. വാഹനത്തിൻ്റെ വയറിംഗ് ഡയഗ്രാം പരിശോധിക്കുക. ഫ്ലാഷ് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കണക്ഷനുകളും പരിശോധിക്കുക. ഒരു വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് ഫ്ലാഷർ യൂണിറ്റ് ടെർമിനൽ ബി ഗ്രൗണ്ടുമായി റിലേറ്റ് ചെയ്യുമ്പോൾ ശരിയായ ബാറ്ററി വോൾട്ടേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. അടുത്തതായി ഫ്ലാഷർ യൂണിറ്റ് ടെർമിനലുകൾ ബി, എൽ എന്നിവ ഒരുമിച്ച് കണക്ട് ചെയ്യുക. തുടർന്ന് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ സ്വിച്ച് പ്രവർത്തിപ്പിക്കുക. ഈ പരിശോധനയ്ക്കിടെ ഫ്ലാഷർ ലൈറ്റ് പ്രകാശിക്കുകയാണെങ്കിൽ അത് മാറ്റിസ്ഥാപിക്കേണ്ട ഒരു വികലമായ ഫ്ലാഷർ യൂണിറ്റിനെ സൂചിപ്പിക്കുന്നു. ഫ്ലാഷർ യൂണിറ്റുകൾ നന്നാക്കാൻ കഴിയില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഘട്ടം അതിൻ്റെ മാറ്റിസ്ഥാപിക്കൽ ആവശ്യമാണെന്ന് സ്ഥിരീകരിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത വിഷയം ഫ്ലാഷർ സ്വിച്ചിൻ്റെ പരിശോധന. ഫ്ലാഷർ സ്വിച്ചിലേക്ക് വയറുകൾ ടൈറ്റായി കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യപടി. ഏതെങ്കിലും കണക്ഷനുകൾ ലൂസ് ആണെങ്കിൽ റിലയബിൾ ആയ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ നിലനിർത്തുന്നതിന് അവയെ സുരക്ഷിതമാക്കുക. സ്വിച്ച് കേടായതോ തകർന്നതോ ആയതായി കണ്ടാൽ പുതിയതൊന്ന് മാറ്റിസ്ഥാപിക്കുക. കൂടാതെ ബൾബുകളിലെ ഫ്യൂസ് ഫിലമെൻറ്റുകൾ ഉണ്ടോ അല്ലെങ്കിൽ തൊപ്പിയിലോ കോണ്ടാക്ട് പോയിന്റിലോ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. കാരണം കേടായ ബൾബുകൾ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അവ കൃത്യമായി ശരിയാക്കണം. ബാറ്ററിയിൽ നിന്ന് ഫ്യൂസിലേക്ക് വയർ കണക്ട് ചെയ്യുക. അടുത്ത ഘട്ടം എന്ന നിലയിൽ ഫ്യൂസിൽ നിന്ന് ഫ്ലാഷർ യൂണിറ്റ് ബിയുടെ ടെർമിനലുകളിലേക്ക് വയർ കണക്ട് ചെയ്യുക. ഫ്ലാഷർ യൂണിറ്റ് എൽ ടെർമിനലുകളിൽ നിന്ന് 2-വേ സ്വിച്ചിലേക്ക് വയർ കണക്ട് ചെയ്യുക. കണക്ഷൻ തുടരുകയും പി ടെർമിനലിൽ നിന്ന് ഡാഷ്ബോർഡിലെ പൈലറ്റ് ലാമ്പിലേക്ക് വയർ കണക്ട് ചെയ്യുകയും ചെയ്യുക. സ്വിച്ചിൽ നിന്ന് ലെഫ്റ്റ് ഫ്രണ്ട് ലാമ്പിലേക്കും റൈറ്റ് റിയർ ലാമ്പിലേക്കും വയർ കണക്ട് ചെയ്യുക. അടുത്ത വിഷയം ചാർജിംഗ് സർക്യൂട്ടിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ആണ്. ഇഗ്നിഷൻ ഓണാക്കി ബാറ്ററി ചാർജിംഗ് ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഓൺ ആണോ എന്ന് പരിശോധിക്കുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് എൻജിൻ സ്പീഡ് 2000 RPMലേക്ക് വർദ്ധിപ്പിക്കുക. ചാർജിംഗ് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഓഫ് ആയോ എന്ന് പരിശോധിക്കുക. ചാർജിംഗ് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഓൺ ആണെങ്കിൽ ചുവടെയുള്ള ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്പുകൾ പാലിക്കുക. ചാർജിംഗ് സർക്യൂട്ട് ഫ്യൂസ് പരിശോധിക്കുക. ഫ്യൂസ് മികച്ചതാണെങ്കിൽ ചാർജിംഗ് ഇൻഡിക്കേറ്റർ ബൾബിൻ്റെ അവസ്ഥ പരിശോധിക്കുക. ബൾബ് ഫ്യൂസ് ആകുകയോ കേടാകുകയോ ചെയ്താൽ ആവശ്യമെങ്കിൽ ബൾബ് മാറ്റിസ്ഥാപിക്കുക. എൻജിൻ പ്രവർത്തിക്കുന്ന സമയത്ത് ചാർജിംഗ് ഇൻഡിക്കേറ്റർ ലൈറ്റ് പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ ഈ സ്റ്റെപ്പുകൾ പാലിക്കുക. ഡ്രൈവ് ബെൽറ്റിൻ്റെ ശരിയായ ടെൻഷൻ പരിശോധിക്കുക. അത് കൃത്യമല്ലെങ്കിൽ അതിൻ്റെ ടെൻഷൻ ക്രമീകരിക്കുക. ബാറ്ററി, ഫ്യൂസ്, അതിൻ്റെ കണക്ഷൻ എന്നിവ ശരിയായി പരിശോധിക്കുക. ബാറ്ററി ടെർമിനലുകളുമായി മൾട്ടിമീറ്റർ ബന്ധിപ്പിക്കുക. 6 വോൾട്ട് മുതൽ 20 വോൾട്ട് വരെയുള്ള റേഞ്ചിൽ വോൾട്ടേജ് അളക്കാൻ സജ്ജമാക്കുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ബാറ്ററി വോൾട്ടേജ് പരിശോധിക്കുക. വോൾട്ടേജ് 14.2 വോൾട്ട് മുതൽ 14.8 വോൾട്ട് വരെ ആണെങ്കിൽ ബാറ്ററി നല്ല നിലയിലാണ്. എൻജിൻ പ്രവർത്തിപ്പിച്ച് അലറുന്ന ശബ്ദം പരിശോധിക്കുക. ഡ്രൈവിംഗ് ബെൽറ്റിൻ്റെ തെറ്റായ ക്രമീകരണം കൊണ്ടാകാം. അത് പരിഹരിക്കാൻ ബെൽറ്റ് ക്രമീകരിക്കുക. ആൾട്ടർനേറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറവാണെങ്കിൽ ആൾട്ടർനേറ്റർ പരിശോധിച്ച് അത് ലൂസാണെങ്കിൽ ടൈറ്റാക്കുക. റെഗുലേറ്റർ വൃത്തികെട്ടതാണെങ്കിൽ അത് വൃത്തിയാക്കുക.
തകരാറുണ്ടെങ്കിൽ റെഗുലേറ്റർ മാറ്റി സ്ഥാപിക്കുക. റെക്ടിഫയർ ഷോർട്ട് ആണെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുക. അടുത്തതായി വോൾട്ടേജ് റെഗുലേറ്റർ ഹൈ ചാർജിംഗ് ആണോ അതോ ഓവർ ചാർജിംഗ് ആണോ എന്ന് ചർച്ച ചെയ്യാം. വോൾട്ടേജ് റെഗുലേറ്റർ മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ മോശമായ ഗ്രൗണ്ട് കണക്ഷനും സ്റ്റിക്കി റെഗുലേറ്റർ കോൺടാക്റ്റുകളും നമുക്ക് ശരിയാക്കാം. ട്രബിൾ ഷൂട്ടിങ്ങിനായി സർവീസ് മാനുവൽ വയറിംഗ് ഡയഗ്രാം ഉപയോഗിച്ച് സർക്യൂട്ടുകൾ പരിശോധിക്കുന്നതിനെക്കുറിച്ച് ഈ വിഷയം സമ്മറൈസ് ചെയ്യാം. വാഹനങ്ങളിലെ നിർണായക ഇലക്ട്രിക്കൽ ഘടകങ്ങളെ എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാമെന്ന് നമ്മൾ ചർച്ച ചെയ്തു. തുടർന്ന് ഫ്ലാഷർ സർക്യൂട്ടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. വാഹനത്തിൻ്റെ മെക്കാനിക്കൽ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ ഒരു ആൾട്ടർനേറ്റർ ഉപയോഗിക്കുന്നു എന്നും നമ്മൾ പഠിച്ചു.